കൃത്യമായൊരു തീയതി ഉറപ്പിച്ച് ലോകം മുഴുവനിലും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ്. അതോടൊപ്പം തന്നെ ഒരാഘോഷം കൂടിയുണ്ട്. ജനുവരി 1 പുതിയ ചിന്തകളോടും പുതിയ തീരുമാനങ്ങളോടും പുത്തൻ ഉണർവോടും കൂടി ഒരു മാറ്റത്തിനുള്ള അവസരമാണ് ക്രിസ്തുമസ്. സെയിന്റ് ആൻഡ് സ്കൂളിൽ നിന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ കേക്കുകൾ കഴിച്ചും പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും സാന്താക്ലോസിന്റെ വേഷം ധരിച്ചുമെല്ലാം കുട്ടികൾ വളരെയധികം സന്തോഷത്തിലാണ്. ക്രിസ്തുമസ് ദിനത്തിൽ ക്രിസ്തു അഥവാ ഈശോ മിശിഹ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിക്കുവാൻ ഇടവരണം എന്നുള്ളതാണ് ക്രിസ്തുമസിന്റെ സന്ദേശം. ലോകഗതിക്കനുസരിച്ചുള്ള നീക്കത്തിൽ നിന്നും വേറിട്ട ഒരു യാത്ര നടത്തിയാൽ മാത്രമേ ഇങ്ങനെയൊരു ജനനം നമ്മുടെ ഉള്ളിൽ നടക്കുകയുള്ളൂ. നമുക്കറിയാം, തികച്ചും അപ്രസക്തമായ ബത്ലഹേം എന്ന ഒരു നഗരമാണ് ഈശോ ജനിക്കുവാൻ തിരഞ്ഞെടുത്തത്. പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത മുഴങ്ങിയതും തികച്ചും അപ്രസക്തമായ നസ്രത്ത് എന്ന ദേശത്താണ്. ഈശോ തന്റെ സുവിശേഷ പ്രഘോഷകരായി തിരഞ്ഞെടുത്തതും തികച്ചും അപ്രസക്തരായ മുക്കുവന്മാരെയാണ്. ലോകം സുപ്രധാനമെന്ന് കരുതുന്നതൊന്നും ദൈവത്തിന് പ്രധാനപ്പെട്ടതാകണമെന്നില്ല. മനുഷ്യൻ ശക്തമെന്ന് കരുതുന്നതൊന്നും ദൈവത്തിന് ശക്തിയുള്ളതായി തോന്നണമെന്നുമില്ല. ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾക്കൊക്കെ നേർവിപരീതമാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ. എവിടെ, എപ്രകാരം, എങ്ങനെ, എത്ര നാൾ, ആരുടെ മകനായി മകളായി ജനിച്ചു എന്നതിലല്ല, മറിച്ച് എപ്രകാരം ജീവിച്ചു എന്നതിലാണ് പ്രാധാന്യം. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുകൊടുത്തും കാലിത്തൊഴുത്തിലെ ഈശോയെ പോലെ ചെറുമയുടെ പാഠങ്ങൾ പകർന്നുകൊടുത്തും നമുക്കും ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാം. അങ്ങനെ ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ നല്ലൊരു ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാം. ഒപ്പം 2025 പുതുവർഷവും നമുക്ക് വരവേൽക്കാം. ഒരിക്കൽ കൂടി സെയിന്റ് ആൻസിലെ കുഞ്ഞുമക്കൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി.